ഭർത്താവിന്റെ പേരിൽ ബഹളങ്ങളാണ്. എന്തിനാണോ ഭാഗവതം ഉപദേശിച്ചത് അതൊക്കെ മറന്ന് വേറെ എന്തിനൊക്കെയോ വേണ്ടി ഭാഗവതം ഉപദേശിക്കുകയായിരുന്നു. പോയി 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 സപ്താഹത്തിൽ ഇപ്പൊ കല്യാണം വരികയാണ്. പോയി പോയി സപ്താഹത്തിൽ ഇപ്പൊ കല്യാണം വരികയാണ്. അതാണ് പരീക്ഷത്ത് ഭാഗവതം കണ്ടായിരുന്നു. കല്യാണം കഴിച്ചു ഞാൻ തയ്യാറാണ് അല്ലേ? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളത് അറിയാതെ പോകുന്നു. ഓരോന്നും ഓരോ ഇരിക്കേണ്ട സ്ഥാനത്തിരുന്നാലെ ഭംഗി, സ്ഥാനം തെറ്റിയ ഭംഗിയാണ്. ഒന്നും മോശമല്ല, ഇവിടെ സ്ഥാനം തെറ്റിയാൽ അഭംഗിയാണ്. മുടി തലയിലിരുന്ന ഭംഗിയാണ്, ചോറിലായാലോ അങ്ങനെയുണ്ട്. അമ്മൂട്ടിയമ്മയുടെ മുടി കണ്ടിട്ടാ ഞാൻ കല്യാണം കഴിച്ചു. എന്താ ആ കാർക്കുന്തൻ? അമ്മൂട്ടിയമ്മ ചോറും സാമ്പാറും ഇട്ട് ഒരു മുടി പൊട്ടിച്ചായിരുന്നു. അമ്മൂട്ടി പേന പ്രശ്നമല്ലേ സാമ്പാർ? എൻ്റെ മുടി കണ്ടിട്ടാ എന്നെ കല്യാണം കഴിക്കണം. ഒരു മുടി ഇട്ട് കൊടുത്തു നോക്കുന്നുണ്ടാവും. എന്താ മുടി? അതിൻ്റെ മുടി എൻ്റെ മുടി കണ്ടിട്ടല്ലേ എന്നെ ഇഷ്ടപ്പെട്ടത്. അതെ, അതുകൊണ്ട് ഞാൻ ഒരു കഷ്ടപ്പെട്ടു.